എന്നാൽ അതിന്റെ മുകളിൽ ഈ ലോകത്തെ ഭരിക്കുന്ന ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ കിങ്ഡം ഉണ്ട്. അത് മാനസിക തലത്തിൽ കിടക്കുകയാണ്. ഇതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കിങ്ഡം. സാത്താനോട് എതിർത്താൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അത് അടുത്ത മണ്ഡലത്തിൽ കിടക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവരാജ്യമുണ്ട്. ഈ ദൈവരാജ്യം ഏറ്റവും ഉയർന്ന മണ്ഡലത്തിൽ നമ്മുടെ ആത്മതലത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു സന്ദേശം കേൾക്കുമ്പോൾ ഇത് ഏത് തലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് ഒരാത്മീയൻ വിവേചിക്കും. ആത്മീയനല്ലാത്ത ഭൗതികനായി നിൽക്കുന്ന ഒരു സാധാരണ ഒരു മതക്കാരനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന് മനസ്സിലാക്കുവാൻ കഴിയില്ല. ഒരിക്കലും ബൈബിൾ രണ്ട് വാക്യങ്ങൾ തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ബൈബിളിലെ ഒരു വാക്യവും ഒരു സ്ഥലത്ത് കണ്ടു എന്നുള്ളതിന്റെ പേരിൽ വിവേചിക്കാനുള്ളതല്ല. അത് നമ്മൾ അങ്ങനെ എടുക്കുവാനും പാടില്ല. 2 or 3 പേരുടെ സാക്ഷ്യമൊഴിയാൽ ഏതൊരു കാര്യം ഉറപ്പാക്കാം. ഏതെങ്കിലും ഒരു വചനം പലയിടത്ത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനത്തിൽ നാം നന്നായി പരിശോധിക്കണം. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം പറയുകയാണ്, യഹോവയുടെ പുസ്തകത്തിൽ നീ അന്വേഷിച്ച് നീ വായിച്ചു നോക്കുവേൻ, അതിന് ഒന്നിനും ഈണയില്ലാതെ ഇരിക്കയില്ല. അതിന് ഇണയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. പ്രിയരെ, ഇവിടെ എഫേസ്യർ 2 അധ്യായം 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മമണ്ഡലത്തിൽ അവൻ പുതിയ സൃഷ്ടിയായി. ആമേൻ. അവൻ ദൈവരാജ്യത്തിൽ കടന്നു. പക്ഷേ ദൈവരാജ്യം അവനെ അവകാശമാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അവകാശമാക്കുന്നത്? എങ്ങനെയാണ് അവകാശമാക്കുന്നത്? ദൈവത്തോട് അനുസരണം എന്നുള്ള വില അവൻ തുടർന്നുള്ള നാളുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അനുസരണം എന്നുള്ള വില കൊടുത്തെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അത് അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ കർത്താവ് ഇങ്ങനെ പറയാനിടയാകും, നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനുമല്ല, നീ ശീതോഷ്ണവാനാകിയ നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും. മനസ്സിലാവുന്നുണ്ടോ? ആമേ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നാം കേൾക്കുമ്പോൾ നാം ആത്മീയമായി വിവേചിക്കുവാൻ കഴിവില്ലാത്ത ഒരു സാധാരണ വ്യക്തിയാണ് എങ്കിൽ നാം ചതിക്കപ്പെടും. കാരണം നാം നോക്കുമ്പോൾ അനേകായിരങ്ങൾ കൂടെ നിന്ന് ഹല്ലേലൂയ പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ചിന്തയിൽ മെജോറിറ്റി പറയുന്നതാണ് ശരി. അതാണ് ജനാധിപത്യം. നമ്മുടെ ഹൃദയം മുഴുവൻ എന്തോ അല്ലേ? ജനാധിപത്യം, കിങ്ഡം അല്ല. ഏമേ. ജനാധിപത്യത്തിൽ ജനങ്ങൾ മെജോറിറ്റി പറയുന്ന ശരി, കിങ്ഡത്തിൽ അതല്ല, രാജാവ് പറയുന്നതാണ് ശരി. മനസ്സിലാകുന്നുണ്ടോ? ഏമേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ കിങ്ഡം മെന്റാലിറ്റി നമ്മുടെ ഉള്ളിൽ വരേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ നാം ചതിക്കപ്പെടും. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതല്ല, ചതിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്. 1 Corinthians chapter 6. 1 Corinthians chapter 6. അതില് കൊരിന്ത്യർ ലേഖനം എഴുതിയ ആർക്കാണ് നിങ്ങൾക്ക് അറിയാമോ? 1 Corinthians chapter 1 verse 2 പറഞ്ഞേ, വായിച്ചാട്ടെ. കൊരിന്ത്യർ ലേഖനത്തിലെ അതിലെ 1 അധ്യായം 2 വാക്യം പറയുകയാണ്, കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്, അതായത് താഴേക്ക് പറയുകയാണ്, വിശുദ്ധന്മാർക്ക് എഴുതുന്നു. ആർക്ക്? വിശുദ്ധന്മാർക്ക്. അതായത് ഓൾറെഡി ഇപ്പോ നമ്മൾ കേട്ട പ്രസംഗത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യം അവകാശമാക്കിയവർക്ക് എഴുതുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവകാശമാക്കിയവരോട് അങ്ങനെ അവർ ആ രീതിയിലാണ് പറയുന്നതെങ്കിൽ അതിന്റെ 6 അധ്യായം 9 വാക്യം വായിച്ചോട്ടെ. വിശുദ്ധന്മാരെ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല. അപ്പൊ രക്ഷിക്കപ്പെട്ടവർക്ക് ഇനി എന്ത് ബാക്കി കിടക്കുന്നുണ്ട്? എന്ത് ബാലൻസ് കിടക്കുന്നുണ്ട്? രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളൊരു പ്രവൃത്തി കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആമേ. ഇന്ന് ലോകം ചതിക്കപ്പെട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാ. കാരണം ഹാപ്പി ക്ലാപ്പി ഡോക്ടറിനും വെച്ച് മുന്നോട്ടേക്ക് പോവുകയാ. ദൈവരാജ്യത്തിൽ എപ്പോഴും സന്തോഷമാ. എന്നാൽ ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഈ ലോകമക്കളെ പോലെ ഈ ലോകത്തിൽ സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല. ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഞാനും നിങ്ങളും ജീവിക്കാൻ യോഗ്യരാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാ. മനസ്സിലാവുന്നുണ്ടോ?
നമ്മൾ ഈ ലോകത്തിന്റെ മക്കളല്ല, നമ്മൾ ദൈവരാജ്യത്തിന്റെ മക്കളാ. നമ്മളുടെ ഭാവി ഇവിടെ അല്ല, നമ്മളുടെ ഭാവി ദൈവരാജ്യത്തിലാ. ആമേൻ. അതിനുവേണ്ടിയാ നാം അധ്വാനിക്കേണ്ടത്, അതിനുവേണ്ടി നാം പ്രവർത്തിക്കേണ്ടത്. ഈ ലോക മക്കളുടെ കൂടെ ചേരരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു നാളിൽ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നു. പക്ഷേ ഇനിയും ആ രീതിയിൽ പോകരുത്. ഇതാണ് നമുക്ക് വേണ്ട മാറ്റം, നമുക്ക് വേണ്ട ആവശ്യമായ മാറ്റം ഇവിടെയാ. നമ്മുടെ മനസ്സിൽ മുഴുവൻ ലോകമാ. കർത്താവ് അതുകൊണ്ടൊന്നും പറയുന്നില്ല. പക്ഷെ കർത്താവ് ഒരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ആ ലോകം നമ്മളിൽ നിന്ന് മാറിപ്പോകണം. ആ ലോകം നമ്മളിൽ നിന്ന് മാറിപ്പോയി നമ്മൾ ഉപയോഗമുള്ള പാത്രങ്ങളായി ദൈവം രൂപാന്തരപ്പെടുത്തിയെടുക്കും. ആമേൻ. എന്റെ ഒരു സ്നേഹിതൻ, ആ സ്നേഹിതൻ ബോംബെയിൽ ഒരു ഫാക്ടറി, അദ്ദേഹം ഒരു ഫാക്ടറി രൂപപ്പെടുത്തി. ആ ഫാക്ടറിയിൽ ഒരു പ്രത്യേക മെറ്റീരിയലാണ് അവരുണ്ടാക്കുന്നത്. ആ മെറ്റീരിയലിന്റെ പേര് റോക്ക് വൂൾ എന്ന. റോക്ക് വൂള് അധികമൊന്നും നിങ്ങളാരും കേട്ടിട്ടുണ്ടാകത്തില്ല ഈ സാധനത്തെ കുറിച്ച്. റോക്ക് വൂൾ അതായത് നല്ല കരിങ്കല്ല്, പ്രത്യേക രീതിയിലുള്ള കരിങ്കല്ല്. നമുക്കറിയാം കരിങ്കല്ലിന്റെ കട്ടി എന്താണെന്ന് അല്ലേ? ആ റോക്ക് വൂളില് അദ്ദേഹം എന്നോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുവാനിടെ റോക്ക് വൂള് അവർ ഫാക്ടറിയിൽ അവരെന്തുവാണ് ചെയ്യുന്നതെന്ന്. അവര് ഈ പ്രത്യേക ഇനം പാറ അത് വെട്ടിയെടുത്ത് കൊണ്ടുവരും. ആ പാറ വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ പാറയെ പൊടിക്കും. ഈ പാറയെ പൊടിച്ചിട്ട് ഈ പാറയെ ഒരു ഫർണസിലേക്ക് ഇടും. ഈ പാറയെ ഫർണസിലേക്ക് ഇട്ടിട്ട് ആ ഫർണസിന് വെരി ഹൈ ടെമ്പറേച്ചറിൽ ആ ഫർണസ് ഓപ്പറേറ്റ് ചെയ്യും. ആ വെരി ഹൈ ടെമ്പറേച്ചറിൽ ഫർണസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തയിലെ ഈ കരിങ്കല്ല് ഉരുകിപ്പോകും. ഈ കരിങ്കല്ല് ഉരുകും. ഏമേ. ഈ കരിങ്കല്ല് ഉരുകി. അടുത്ത കാര്യമാണ് രസകരമായ കാര്യം. ഈ കരിങ്കല്ല് ഉരുകിയതിന് ശേഷം ഈ കരിങ്കല്ല് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഉരുകി കഴിഞ്ഞാൽ ഏമേ, ഉരുകി കഴിഞ്ഞ് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറ്റാം. ആ സമയത്ത് ഇവർ ഈ കരിങ്കല്ലിനെ വെറും വളരെ മൈന്യൂട്ട് നൂലാക്കി മാറ്റും. ഈ കരിങ്കല്ലിനെ വളരെ മൈന്യൂട്ട് നൂല് പരുവത്തിൽ ഇവനെ ആക്കിയതിന് ശേഷം തുടർന്ന് നമ്മുടെ തുണി നെയ്യുന്ന നൂല് കൊണ്ട് നമ്മള് തുണി നെയ്തെടുക്കുന്നത് പോലെ ഇവർ ഈ നൂല് നെയ്ത് ഒരു നെറ്റ് പോലെയാക്കും. വളരെ കരിങ്കല്ല് ഇപ്പോ സോഫ്റ്റ് ആയി തീർന്നു. തുടർന്ന് ഇതുപോലുള്ള പല നെറ്റുകൾ കൂട്ടിവെച്ച് അവർ ചെറിയൊരു ഫോം പോലെയാക്കും. ഒരു വൂൾ നമ്മൾ പറയത്തില്ലേ കമ്പിളി, ഇതേപോലെ അങ്ങാക്കും. തുടർന്ന് അതിനെ അങ്ങ് തെറുക്കും. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയല് ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുവാനായിട്ട് ഇടയാകും. ആ മെറ്റീരിയല് നമുക്ക് തെർമൽ ഇൻസുലേഷൻ, സൗണ്ട് പ്രൂഫ്, ഇതിനൊക്കെ നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ഫാക്ടറിയിലേക്ക് ആ റോ മെറ്റീരിയൽ കയറിയപ്പോൾ ഏത് ടൈപ്പായിരുന്നു? കരിങ്കൽ, ഷെയ്പ്പില്ലാത്ത ഒരു കരിങ്കല്ല അകത്തേക്ക് കയറിയതല്ലേ? എമ്മേ, ഇതേപോലെയാണ് വീണ്ടെടുക്കപ്പെട്ട ഒരു പൈതല് അവൻ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഒരു നിമിഷം കൊണ്ട് അവന്റെ ആത്മാവിനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. എന്നാലും അവന്റെ മനസ്സ്, അവന്റെ ഹൃദയം, അവന്റെ സോള് കരിങ്കല്ലാണ്. മനസ്സിലായോ? അവന്റെ സോള് കരിങ്കല്ല. എന്നാൽ തുടർന്നുള്ള നാളുകളിൽ കർത്താവ് എന്താ ചെയ്യണമെന്നറിയാമോ? ചുമ്മാ ഹാപ്പി ക്ലാപ്പി ഡോക്ടറിനും പറഞ്ഞിട്ട് ഇരുത്തുകയല്ല ചെയ്യുന്നത്. പകരം ഒരു ശുശ്രൂഷയിലൂടെ അവനെ കടത്തിക്കൊണ്ടുപോകും. ആ സഹോദരിയെ കടത്തിക്കൊണ്ടുപോകും, സഹോദരനെ കടത്തിക്കൊണ്ടുപോകുക. നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ശുശ്രൂഷ ചെയ്യാതെ ഇതിലൂടെ കടത്തിക്കൊണ്ടുപോയി. എന്തിനാണെന്നറിയാമോ? കുഞ്ഞെ, എന്റെയും നിങ്ങളുടെ ഈ ലോകം നിറഞ്ഞു നിൽക്കുന്ന, ജഡം നിറഞ്ഞു നിൽക്കുന്ന കരിങ്കല്ല് പോലെയുള്ള ഈ ഹൃദയത്തെ ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ഉരുക്കി, ഒന്ന് പൊടിച്ച്, ഒന്ന് ഉരുക്കി ദൈവം ആഗ്രഹിക്കുന്ന ഷെയ്പ്പിലേക്ക് അതിനെ തിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ആ കയറിയപ്പോൾ ആ കരിങ്കല്ലായിരുന്നുവെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്ന് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി റോക്ക് വൂളായിട്ട് അത് പുറത്തിറങ്ങുന്നത് മനസ്സിലാകുന്നുണ്ടോ? വളരെ മനോഹരമായ ഒരു എക്സാമ്പിൾ ആയത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഇത് ചെയ്യുന്നുണ്ട്. ആമേൻ. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം, ഇത് നാം പഠിക്കണം. ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ അയ്യോ അയ്യോ എന്നും പറഞ്ഞ് ലോകമക്കളെ പോലെ നിലവിളിക്കാതെ കർത്താവോട് ചോദിക്കണം, കർത്താവേ, അങ്ങറിയാതെ എന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം താഴെ വീഴത്തില്ല. ആമേൻ.
ഈ പ്രശ്നം, ഈ വിഷയം, ഈ മെസ്സ് എനിക്ക് വന്നത് അങ്ങറിയാതെ അല്ല, അങ്ങ് അറിഞ്ഞുകൊണ്ടാണ് ഇത് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് പ്രശ്നം തന്നെ വരെ, അവരെ മാറ്റണം, ഇവരെ മാറ്റണം, എന്റെ ജീവിത പങ്കാളി അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ ബോസ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ പറഞ്ഞു, അവരോട് നീ ഇങ്ങനെ ചെയ്യണം, അവരോട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാതെ അവരോട് പരിപാടിയൊക്കെ നിർത്തിയിട്ട് ആദ്യം നീ എന്നെ മാറ്റാൻ പറയണം. മനസ്സിലായോ? എന്നെയാ നീ ആദ്യം മാറ്റേണ്ടത്. കാരണം ഇത് നീ കാണുന്നത് പോലെ, ദൈവമേ അങ്ങ് കാണുന്നത് പോലെ ഈ വിഷയത്തെ ഒന്ന് കാണുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പറയണം. മനസ്സിലായോ? ഈ വിഷയങ്ങളിലൂടെ ദൈവം എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരിലൂടെ, സഹോദരിമാരിലൂടെ, സഹോദരന്മാരിലൂടെ, ജീവിത പങ്കാളിലൂടെ, മക്കളിലൂടെ, മാതാപിതാക്കന്മാരിലൂടെ എല്ലാം ദൈവം നമ്മളെ ഒന്ന് ഉടയ്ക്കുകയാണ്. ആ കരിങ്കല്ല് ഒന്ന് ഉടച്ച് പൊട്ടിക്കുന്നത് പോലെ നമ്മളെ ഒന്ന് ഉടയ്ക്കുകയാണ്, പൊട്ടിക്കുകയാണ്. കാരണം ആ സമയത്തെ നമ്മുടെ ഹൃദയം ഒന്ന് നുറുങ്ങത്തുള്ളൂ. മനസ്സിലായോ? നമ്മുടെ ഹൃദയം നുറുങ്ങിയാലേ പിന്നെ ഉരുക്കുന്നത്. എന്താ ഉരുക്കുന്നത്? അവിടെ കരിങ്കല്ലാണ് ഉരുക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളാണ് ഉരുക്കുന്നത്. നമ്മുടെ ചിന്തകളാണ് ദൈവം ഉരുക്കുന്നത്. അങ്ങനെയൊന്നും ഉരുക്കിയതിന് ശേഷം ദൈവം തന്റെ ആഗ്രഹപ്രകാരം തന്റെ വചനമാകുന്ന ഷേപ്പിലൂടെ ആ ചിന്തകൾക്ക് രൂപവൽക്കരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെയും കണ്ട് പതറപ്പെടേണ്ട ആവശ്യമില്ല. എത്ര നാളുണ്ടാകും പ്രശ്നം, എത്ര നാളുണ്ടാകും പ്രതികൂലം? അധിക ദിവസങ്ങളില്ല, ഇല്ലേ? അധിക ദിവസങ്ങൾ ഇവിടെ പ്രശ്നം, പ്രതികൂലം കാണാൻ ഈ ശരീരൂടെ ഉണ്ടാകത്തില്ല. അതിനു മുമ്പ് ഇവിടുന്ന് മാറ്റപ്പെടും. ഹല്ലേലൂയ. നമുക്കിവിടെ സ്ഥിരമായ ഒരു അടിസ്ഥാനം ഇവിടെ ഇല്ല. ഈ ശരീരം ഇത് ദ്രവിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോകുന്നത് നമുക്കൊന്നും മനസ്സിലാവൂ. പണ്ട് ഞാൻ ഒരു 18 വയസ്സിൽ ഓടിയിരുന്നത് പോലെ ഇപ്പോൾ എനിക്ക് ഓടാൻ പറ്റുന്നില്ലല്ലോ. 18 വയസ്സ് ചെന്നിരുന്ന പോലെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എനിക്കൊരു 20 വയസ്സിലുണ്ടായ സൗന്ദര്യം ഇപ്പോൾ എനിക്ക് കാണുന്നില്ലല്ലോ. കാരണം വേറൊന്നുമല്ല, ഈ ബോഡി എന്ന് പറയുന്നത്, ഈ ബോഡി ദ്രവിക്കുന്ന ബോഡിയാണ്. അത് ദ്രവിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി പ്രത്യാശ വയ്ക്കരുത്. പകരം നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, കർത്താവിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. അതിനുവേണ്ടി നാം പ്രത്യാശ വയ്ക്കുക. ആ ഒരു യാത്രയിൽ നാം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതേപോലെയുള്ള ചതിക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. നാം അതിനെ മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോകണം. നമുക്ക് വചനം അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു പുസ്തകം അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് എന്താ അറിഞ്ഞിരിക്കണം? കറക്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഈ പുസ്തകം എഴുതിയ വ്യക്തിയേക്കാൾ നല്ല ഇംഗ്ലീഷിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വചനത്തിൽ നന്നായി അഭ്യസിച്ച വ്യക്തികളായിരിക്കണം. ഈ വചനം നമ്മളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികത്തിൽ കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കണം. വചനം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ ഒരു മാറ്റമില്ലാത്തതിന്റെ കാരണം എന്ന് പറയും, നമ്മൾ വചനം കേൾക്കാഞ്ഞിട്ടല്ല, വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ കേൾക്കുന്ന വചനത്തിന് നമ്മളൊരു വില കൊടുക്കുന്നില്ല. വില കൊടുത്താൽ നമുക്കത് പ്രയോജനകരമായി തീരും. നാം വായിച്ച എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യം പറയുന്ന രംഗം നമുക്ക് ശ്രദ്ധിക്കാം. അവരെ പോലെ നാമോ ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് ഇന്ന് ചർച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്ന് മേജർ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ദൈവജനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വചനം കേൾക്കാഞ്ഞിട്ടല്ല, അവർ വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ കേട്ട വചനം അവർക്ക് എന്തായി മാറുന്നില്ല? വിശ്വാസമായി മാറാത്തത് കൊണ്ട് കേട്ട വചനം അവർ കേട്ടു കേട്ട വചനം അവർക്ക് പ്രയോജനകരമായി തീരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കേട്ട വചനം പ്രയോജനകരമായി തീരണമെങ്കിൽ അത് വിശ്വാസമായി മാറണം. അത് വേറെ ഇൻഫർമേഷൻ ആയിരുന്നാൽ പോരാ. ഇൻഫർമേഷൻ ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻ 1-ാം സ്ഥാനം മേടിക്കാം, നമുക്ക് BTH പാസ്സാകാം, MDB പാസ്സാകാം. പക്ഷേ അത് വിശ്വാസമായി മാറിയാൽ നമുക്ക് പ്രയോജനകരമായി തീരും. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെ ചിന്തിക്കുക, എത്ര നാളായി വചനം കേൾക്കുന്നു എന്നിട്ട് എനിക്ക് പ്രയോജനകരമായി വരുന്നില്ല? പ്രയോജനകരമായി വരാത്തതിന്റെ കാരണം ഇത് വിശ്വാസമായി മാറാത്തത് കൊണ്ടാണ്. വിശ്വാസമായി മാറിയാൽ പ്രയോജനകരമായി തീരും.
ആമേൻ. ഹല്ലേലൂയ. ഇതിവിടെ ഏറ്റവും വലിയ ശത്രു ഏതാണെന്ന് പറയാമോ? ഒരുപക്ഷെ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ ഓൾറെഡി വീണ്ടും ജനിച്ചവരായിരിക്കാം.